ഹലോ ഗൈസ്, എന്തുവാ ഇത്? യുദ്ധാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ? മൊത്തത്തില് ഒച്ചപ്പാടും ബഹളവും മാത്രേ ഉള്ളൂ നമ്മുടെ ബിഗ് ബോസിൽ, അല്ലേ? ബിഗ് ബോസ് ലൈവ് കാണുന്നവർക്ക് നമുക്ക് മനസ്സിലാവും. എന്തായാലും പുതിയ പ്രൊമോയിലും അത് തന്നെയാണ് പ്രേക്ഷകരെ ഒരു അതിനേക്കാൾ കനത്ത അടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ നൂറയും ആദിലയും അനുവും അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ അവർ തന്നെയാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ നൂറ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി കിച്ചണിൽ വരുന്നുണ്ട് പുതിയ പ്രൊമോയിൽ ട്ടോ. അപ്പൊ കിച്ചണിൽ വന്ന് ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കുമ്പോൾ അതിൽ കേട് പകുതിയായിരിക്കുന്നു. മിൽക്കൊന്നും എണ്ണത്തിൽ പെട്ടതൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ നമ്മുടെ നൂറ ചോദ്യം ചെയ്തുകൊണ്ട്, ഈ റേഷൻ എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ്, ഇതാരാണ് ഇത്രയൊക്കെ തീർത്ത് വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആര്യനും അക്ബറൊക്കെ ആയിട്ട് എന്താ പറയാ തർക്കം ഉണ്ടാവുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ നിവി വന്നിട്ട് ഞാനാണ് എടുത്തത് എന്നും പറഞ്ഞ് ഭയങ്കര നെഞ്ചും വിരിച്ച് ഭയങ്കര ന്യായമൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര ബഹളം. പിന്നെ നമ്മുടെ നൂറ ഫ്രിഡ്ജ് മൊത്തത്തിൽ അരിച്ചു പറക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ ആര്യനും അക്ബറും വീണ്ടും വന്ന് കുറെ തള്ളുമാറ്റിലും ഉന്തിമാറ്റിലും കുറെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ അനു കയറി ഇടപെട്ട് നമ്മുടെ അനുവും ആര്യനും തമ്മിൽ ഭയങ്കര ബഹളവും ഒച്ചയും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ബഹളം തന്നെ ആട്ടോ. നമുക്കിപ്പോ ലൈവ് കാണുമ്പോഴും മനസ്സിലാവും, ഒരു സമാധാനം പോലും ഇല്ലാത്തൊരു സ്ഥലമായി മാറി നമ്മുടെ ബിഗ് ബോസ്, അല്ലെ? ആർക്കും ഒരു കളിയുമില്ല, ചിരിയില്ല, മര്യാദക്കുള്ള ഒരു സംസാരവുമില്ല. എപ്പോ നോക്കിയാലും യുദ്ധം 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 തന്നെ മാറിയിട്ട് യുദ്ധമായിട്ട് മാറിയിട്ടിരിക്കുക കേട്ടോ. ഇനി നമ്മുടെ ലാലേട്ടൻ വരുമ്പോൾ ഇതിന്റെ പേരിൽ ആരെയൊക്കെ പൊരിച്ചടുക്കും എന്നൊരു രക്ഷയില്ല. കണ്ടു തന്നെ അറിയണം ഈ വീക്കെൻഡ് എപ്പിസോഡ്. എന്തായാലും നമ്മുടെ നെവിനെ മിക്കവാറും പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. നെവിൻ കുറച്ച് ഓവർ ആകുന്നുണ്ടല്ലേ. കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.